ഗീതാലക്ഷ്മിയുടെ കൂടെ വന്നിട്ടുള്ളത് ആരാ? എന്താ? പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഡെലിവറി ഉടനെ ഉണ്ടാവും. ഡോക്ടർ, കുഴപ്പമെന്തെങ്കിലും? എന്തു കുഴപ്പം? നോർമൽ ഡെലിവറിയാ. ബി കൂൾ മാൻ. കുട്ടികൾക്ക് സ്ട്രെസ് മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കുന്ന ആള് ഇങ്ങനെ നെർവസ് ആയാലോ? നത്തിങ് ടു വറി. അശ്വതിയുടെ ആളാരാ വന്നിട്ടുള്ളത്? ഞാനാ. എന്താ? ദേ IP കാർഡ് കാണിച്ച് ഡിസ്പെൻസറിയിൽ നിന്ന് വേഗം മരുന്ന് വാങ്ങിക്കൊണ്ട് വരണം. വേഗം വേണേ. അശ്വതിക്കിപ്പോ സിസേറിയൻ വേണ്ടി വരും. വേഗം മെഡിസിൻ വാങ്ങി വരൂ. മിസ്റ്റർ വിജയ് പണിക്കർ, യെസ്. ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. മുരളീകൃഷ്ണൻ, അശ്വതിയുടെ ഡെലിവറി കഴിഞ്ഞു. സിസേറിയൻ ആയിരുന്നു. കുഞ്ഞ് പെൺകുഞ്ഞാ. ഈ ആശുപത്രിയിൽ ഇന്ന് ഏതാനും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ജനിച്ച ഈ പെൺകുഞ്ഞുങ്ങളാണ് 20 വർഷങ്ങൾക്കപ്പുറം സംഭവിക്കുന്ന നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. രേഖകളിൽ ഇവരുടെ പേര് അപൂർവ എന്നും മാളവിക എന്നുമായിരിക്കും. എന്നാൽ ഇവരുടെ അച്ഛനമ്മമാർക്കും പിന്നെ നമ്മൾ പ്രേക്ഷകർക്കും ഇവർ അപ്പുവും മാളുവുമാണ്. അപ്പു, അമ്മയുടെ അപ്പൂട്ടാ, എന്റെ ചക്കര കുട്ടിയല്ലേ. മാളുക്കുട്ടി, അമ്മയുടെ പൊന്നുവാവേ. അപ്പവും മാളവും ജനിച്ച അതേ ദിവസം തന്നെ ഈ ആശുപത്രി ഒരു മരണത്തിന് കൂടി സാക്ഷിയായി. അലക്സ് കെ തോമസ് എന്ന റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായിരുന്നു അത്. തനിക്ക് ചുറ്റും സംഭവിക്കുന്നതൊന്നും അറിയാതെ പകച്ചു നോക്കുന്ന ഈ 4 വയസ്സുകാരനെ ഒന്ന് ഓർമ്മ വെച്ചോളൂ. അപ്പുവിൻ്റെയും മാളുവിൻ്റെയും ജീവിതത്തിലേക്ക് ഒരു ചെറു പുഞ്ചിരിയോടെ ഇവൻ പിന്നീട് കടന്നു വന്നേക്കാം. പ്ലീസ് മാളവിക, ഇന്നെങ്കിലും എനിക്കൊരു റിപ്ലൈ കിട്ടിയേ പറ്റൂ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, രണ്ടിലൊന്ന് എനിക്കറിയണം. അരുൺ, എന്ത് ഭാവിച്ച? എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കരുതെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഓക്കെ, ഞാൻ എന്നെ ശല്യപ്പെടുത്തുകയില്ല. ഈ പ്രപ്പോസൽ ഇയാൾക്ക് ഇഷ്ടമായില്ലെന്ന് ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ പോയേക്കാം. എന്താ, ഇയാൾക്കത് പറ്റുമോ? ഞാൻ പോകുന്നു. ഏയ് വെയിറ്റ് 1 സെക്കൻഡ്. ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ഇയാൾക്ക് എന്താ എന്റെ മുഖത്ത് നോക്കി ഒരു നോ പറഞ്ഞാല്? അങ്ങനെ പറഞ്ഞ ഇയാളുടെ പ്രശ്നം തീരുമോ? തീരും. പക്ഷെ ആ പറച്ചില് സത്യമാണെന്ന് എനിക്കും കൂടി കൺവിൻസ് ആവണം. നോക്കാരോ, നമ്മൾ ഒരേ കോളേജിൽ പഠിക്കുന്ന നല്ല ഫ്രണ്ട്സ് ആണ്. അതിനപ്പുറം ഒരു ഫ്ലേവറും നമ്മുടെ റിലേഷനിൽ വേണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തത് ഇയാൾക്കല്ല, തന്റെ ഫ്രണ്ടിന്. അതല്ലേ സത്യം? അവൾക്ക് വേണ്ടിയല്ലേ ഇയാൾ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത് അല്ലേ? യെസ്, എനിക്കറിയാം. ലുക്ക് ബ്രോസ്, അവിടെ സീൻ കട്ട ശോകമായി തുടങ്ങിയെന്ന് തോന്നുന്നു. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അവന്റെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് കൊളാക്കും. ഭാഗ്യം നമ്മുടെ പ്രതീക്ഷ അവൻ തെറ്റിച്ചില്ല. ഛേ, ഇവനത് എന്തിന്റെ കേടാ? ഇങ്ങനെ അങ്ങോട്ട് ഒലിപ്പിച്ച് പിന്നെ നടക്കാൻ മാത്രം ഇവളാരാ? മിസ് വേൾഡോ? ഇവളേക്കാൾ ക്യൂട്ടായ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ഈ ക്യാമ്പസിലുണ്ട്. അവരെയൊന്നും നമ്മുടെ നായകന് കണ്ണി പിടിക്കില്ലല്ലോ. അത് ശരിയാ. ആ മാക്സിലെ രമ്യ ഉണ്ണിത്താൻ ഇവനൊന്ന് പറഞ്ഞ മരിക്കും. അത്രയ്ക്ക് കട്ട പ്രേമോ ഇവനോട്. ഇവനോട് മാത്രമല്ല, അവക്ക് ഈ ക്യാമ്പസിലെ ഒരുവിധം പണച്ചാക്കളോടെല്ലാം കട്ട ലവാണ് മോളെ. നീ പോടാ. നിന്റെ അപ്പന് ആവശ്യത്തിന് പണം ഉണ്ടല്ലോ, എന്നിട്ട് അവള് നിന്നെ പ്രേമിക്കാൻ വന്നോ? അതിനിവന്റെ അപ്പന് പണം ഉണ്ടെന്നല്ലേ ഉള്ളൂ. ആൺകുട്ടിയാണെന്ന് ഇവൻ ഇതുവരെ തെളിയിച്ചിട്ടില്ലല്ലോ. മോനെ സാങ്കുട്ടി, കൂടുതൽ ഊതല്ലേ. നിന്റെ പ്രേമം നിന്റെ അപ്പൻ മരട് ഫ്ലാറ്റ് പോലെ പൊളിച്ചു കളഞ്ഞത് ഈ ക്യാമ്പസിൽ മുഴുവൻ പാട്ടാ.
എന്നെ കൊണ്ടത് പിന്നെയും പാടിക്കല്ലേ. ഹേയ് ലുക്ക് ബ്രോസ്, സീൻ വീണ്ടും കളറാവാൻ തുടങ്ങി. എന്ത് കളർ? ഒന്ന് പോയടാ മക്കളെ. മറ്റവള് കൂടെ ഉള്ളിടത്തോളം കാലം ഇവര് തമ്മിൽ സെറ്റാവാൻ പോകുന്നില്ലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് കറക്റ്റ്. ഞാനും നിന്റെ കൂടെയാ. അവര് തമ്മില് അങ്ങനെ ഒരു ബന്ധമല്ലേ അല്ല മോനസാമേ? യെസ് യെസ്, അപൂർവയും മാളവികയും ഇത്രയും സ്ട്രോങ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ക്യാമ്പസിൽ മറ്റാർക്കും ഇല്ല. യെസ്, ആ ഫ്രണ്ട്ഷിപ്പ് ഒരു 1.5 ഷിപ്പാണ് മോനെ. ആ കപ്പലിൽ മറ്റാരും കയറുന്നത് അപൂർവ മോൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ലവന്റെ കടവത്ത് ആ കപ്പല് ലവൾ അടുപ്പിക്കേല. അതാണ് സെറ്റപ്പ്. ഹോ, എന്തായാലും വീട്ടുകാർ അറിഞ്ഞിട്ട പേരാ അവളുടേത്, അപൂർവ. ശരിക്കും ഒരു റെയർ ജെൻസാ മോനെ. നോക്കുമോളെ, അവര് തമ്മിൽ സെറ്റായെന്നാ തോന്നുന്നേ. കൊള്ളാം, രണ്ടുപേരും നല്ല മാച്ചാണല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, ചോറും ആംപ്ലേറ്റും പോലെ. ഏയ് മാളവിക, എല്ലാ കാര്യത്തിലും അപൂർവയുടെ സമ്മതം ഇഷ്ടമൊക്കെ നോക്കേണ്ട കാര്യം എന്താ ഇയാൾക്ക്? ഓപ്പണായി സംസാരിക്കുന്നോണ്ട് മാളവികയ്ക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. തന്റെ ഫ്രണ്ടിനെ കുറിച്ച് സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെ ഇടയിൽ അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല. ക്ലാസ്സിൽ ആ കുട്ടി മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് മാളവികയ്ക്കും അറിയാലോ. തന്നോടല്ലാതെ മറ്റാരോടും ആ കുട്ടി മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യമില്ലാതെ എല്ലാവരോടും ഉടക്കും, തല്ലുണ്ടാക്കും. സ്റ്റുഡൻസിന്റെ കാര്യം വിട്ടേക്ക്, ടീച്ചേഴ്സിനോട് പോലും വളരെ മോശമായിട്ടല്ല അവൾ പെരുമാറുന്നത്. പെൺകുട്ടികൾക്ക് ഇത്രയും ജാടയും പോലും ഒന്നും പാടില്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, മാളവികയെ പോലൊരു കുട്ടിക്ക് കമ്പനി അടിക്കാൻ പറ്റിയ ഒരാളല്ല അപൂർവ. അരുൺ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അപ്പു ആരാണെന്ന് എനിക്കറിയാം. അതിനാരുടെയും ട്യൂഷൻ വേണ്ട. ഓ, അപ്പുവും മാളുവും കഥകളൊക്കെ കുറച്ച് എനിക്കും അറിയാം. എന്ത് കഥ? ഒരേ ദിവസം ജനിച്ചവർ, കുഞ്ഞിലേ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവർ, ഒരു വീട്ടിലെന്ന പോലെ കഴിയുന്നവർ. പിന്നെ വീട്ടുകാർ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ സ്ട്രോങ്. സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ ഇത്രയൊക്കെ മതി. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. പിന്നെ എങ്ങനെയാ? മാളവികയുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് അപൂർവയല്ലേ? എന്തിനാ അങ്ങനെ ഒരു ലീനിയൻസി? ആ കുട്ടിക്ക് ഇഷ്ടാവില്ലെന്ന് പേടിച്ചിട്ടല്ലേ എന്നോടുള്ള ഇഷ്ടം പോലും മാളവിക മറച്ചു വെക്കുന്നത്? തനിക്ക് തന്റേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇല്ലേ? അതൊക്കെ നിയന്ത്രിക്കാനും വേണ്ടെന്ന് പറയാനും ആരാ അവള്? തന്റെ ഫ്രണ്ടാണ്, അല്ലാതെ ആ കുട്ടിയുടെ അടിമയൊന്നും അല്ലല്ലോ താൻ. അരുൺ, അവൾ എനിക്ക് ആരാണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ അപ്പോ ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ അതിന് എത്ര മോഹിപ്പിക്കുന്ന കാര്യമാണെങ്കിലും വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റും. അരുൺ പറഞ്ഞ പോലെ പേടിച്ചിട്ടൊന്നുമല്ല, പൂർണ്ണ മനസ്സോടെ. നിക്ക്, ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാം. തുറന്നു ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ മറ്റെന്തെങ്കിലും റിലേഷൻ? അല്ല, അങ്ങനെയും ചില കഥകള് ഈ ക്യാമ്പസിൽ പരക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. സോറി, മനസ്സിലായില്ല. രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള അതിര് കടന്ന ഫ്രണ്ട്ഷിപ്പിനെ മറ്റു ചില രീതിയിലാ ഇവിടെ ചിലർ കാണുന്നത്. അതിന് പറയുന്ന പേരും വേറെയാണ്. അങ്ങനെ ഒരു ലേബല് ആ കുട്ടിക്ക് പ്രശ്നമല്ലായിരിക്കും. തനിക്കത് വേണോ? വേണ്ടടോ, ഒഴിവാക്ക്, അതാ നല്ലത്. തന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. താൻ എന്തെങ്കിലും ഒരു എസ് പറയുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ ഇപ്പോഴും.
എത്ര കാലം നീ ഇങ്ങനെ അവളുടെ തേപ്പ് സഹിക്കോടാ? അരുൺ, ഞാൻ പറഞ്ഞില്ലേ, അപൂർവ കൂടെ ഉള്ളിടത്തോളം നിന്റെ പ്രപ്പോസലിൽ അവള് വീഴില്ല. വിട്ട് കളയുന്നതാ മോനെ നല്ലത്. എന്താ ബ്രോ, എന്താ അവള് സ്റ്റാൻഡ്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി അവള് തീരുമാനിക്കട്ടെ. അതിന് തീരുമാനം അവളുടെ അല്ലല്ലോ മച്ചു. ആ പിശാശ് ഓക്കെ പറയാത്തോടത്തോളം കാലം നീ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും. എന്ന് വെച്ച കട്ട വെയിറ്റിംഗ്. ഫീലിംഗ് പുച്ചോടാ മച്ചു, വെറും പുച്ഛം. എന്തായി, സെറ്റായോ? പിന്നെ സെറ്റാക്കി. കല്യാണ ഡേറ്റ് നിശ്ചയിച്ചു. എന്താ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നിങ്ങൾ രണ്ടുപേരും പൊളിയാ, സൂപ്പർ. നിങ്ങൾ ശരിക്കും കല്യാണം കഴിക്കോ? ഏയ്, കുറച്ചു നാള് ലിവിങ് ടുഗെദർ ആയിരിക്കും. എന്നിട്ട് ഒരു കുഞ്ഞായതിനു ശേഷം കല്യാണം കഴിക്കാനാ തീരുമാനം. അപ്പൊ ആ കൊച്ചിനെ കൊണ്ട് സദ്യക്ക് ഉപ്പ് വിളമ്പിക്കാലോ. എന്താ? അടിപൊളി. നല്ല കലക്കം മറുപടി. നിന്റെ ചങ്കിനത്ര പിടിച്ചില്ലെന്ന് തോന്നല്ലോ. അത് ഞാൻ ശരിയാക്കിക്കോളാം. തൽക്കാലം മക്കള് ബാക്കിയുള്ളവരുടെ സീൻ പിടിക്കാൻ നിൽക്കാതെ പോയി സ്വന്തമായിട്ട് വല്ല സീനും ഉണ്ടാക്കാൻ നോക്ക്. ചെല്ലേ. എന്തു പറ്റി നിനക്ക്? എനിക്കെന്ത് പറ്റാൻ? പറ്റിയതും പറ്റാൻ പോകുന്നതും ഒക്കെ നിനക്കല്ലേ. മിസ്റ്റർ അരുൺ ഭാസ്കർ ആണോ നിന്റെ പ്രശ്നം? Who the hell is he? എന്റെ പ്രശ്നം നീയാണ്. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? കണ്ട വായി നോക്കിയുള്ളായിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴയാൻ നാണോ ഇത് നിനക്ക്? കൊഞ്ചിക്കൊഴിഞ്ഞോ? ഞാനോ? ദേ അപ്പുസേ, വെറുതെ ഇല്ലാത്തൊന്നും പറയല്ലേ. അപ്പൊ ഞാൻ കണ്ടതോ? നീ എന്ത് കണ്ടുന്നാ? അയാൾക്ക് എന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനത് കേൾക്കാൻ തയ്യാറായി. അതിന് നീ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? ഒന്നുമില്ലേലും അരുൺ നമ്മുടെ സീനിയർ അല്ലേ. അവനെന്താ നിന്നോട് പറഞ്ഞത്? അല്ല, അരുണിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. പറയാം. കേട്ടിട്ട് നീ അവനോട് ചാടിക്കേറി റിയാക്ട് ചെയ്യാനൊന്നും പോരുത്. ഏറ്റോ? നീ കാര്യം പറയുന്നുണ്ടോ? അവന് എന്നോടൊരിഷ്ടം. ഇഷ്ടമെന്ന് പറയുമ്പോ ഞാൻ ഓക്കെ പറഞ്ഞ സീരിയസ് ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ? അങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. ഇനി പറ, ഈ അരുൺ ഭാസ്കറിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഒന്ന് പറയടോ ജാടയിടാതെ. നിനക്കവൻ ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാ ഒരു 50, അല്ല ഒരു 60% പയ്യൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാക്കി 40% നിന്റെ അടുത്താ. നീ കൂടി ഓക്കെ പറഞ്ഞാലേ ഞാൻ അവന് ഗ്രീൻ സിഗ്നൽ കൊടുക്കൂ. ഞാൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ എങ്കിൽ നമ്മൾ ഈ 40% അങ്ങ് ഫിക്സ് ചെയ്യും. അവനോട് പോയി പണി നോക്കാൻ പറയും. അപ്പൊ അതാ നല്ലത്. അവൻ പോയി അവന്റെ പണി നോക്കട്ടെ. നിന്നെ ഇപ്പോ അങ്ങനെ ഒരുത്തനും കണ്ണു വെക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിലും അവനൊരു ഫ്രോഡാ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? അതെ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ശരി. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. അരുണ്ട കാര്യാവൂ അല്ലേ? ഞാൻ കണ്ടു. കോൾ അടിച്ചല്ലോ മോളെ. മുറുക്കി പിടിച്ചോണേ, ഇല്ലെങ്കിൽ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവും. ആരും കൊത്താതെ ഞാൻ നോക്കിക്കോളാം. ഇയാള് തൽക്കാലം ചെല്ലും. ആ പിന്നെ ഒരു ന്യൂസ് അറിഞ്ഞു. നമ്മുടെ ക്യാമ്പസിൽ ചില ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പ്രിൻസിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. HOD-മാരോട് സ്ട്രിക്റ്റ് ഒബ്സർവേഷന് ഉത്തരവിട്ടിരിക്കുക മാഡം. ഒന്ന് സൂക്ഷിച്ചാ എല്ലാവർക്കും നല്ലത്.
പോവാൻ. എന്താ അപ്പു നീ ഇങ്ങനെ? അവള് പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ സൂക്ഷിച്ചോളെ. എന്താ അതിനർത്ഥം? മുഖടച്ചൊന്ന് പൊട്ടിക്കായിരുന്നു വേണ്ടത്. ശവം. അതിന് സുമിയെ മാത്രം കുറ്റം പറയണ്ടപ്പോ. നമ്മളെക്കുറിച്ച് അങ്ങനൊരു കഥ പരക്കുന്നുണ്ട് ഈ ക്യാമ്പസിൽ. സത്യം അപ്പു, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ, ഈ സ്നേഹത്തെ ഇവിടെ എല്ലാരും വേറെ രീതിയിലാണ് കാണുന്നത്. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടപ്പോ. ആരാ ആരാ ഇത് പറഞ്ഞത്? പറയാൻ. ഇവളാണോ? ഒരാളല്ല അപ്പു, ഒരുപാട് പേരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സുമി അവരിൽ ഒരാൾ മാത്രം. നമ്മള് മാത്രം ഇതൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്ന് സംസാരിച്ചപ്പോ അരുണും ഇക്കാര്യം സൂചിപ്പിച്ചു. ഇപ്പൊ ഇങ്ങനെയും കൂടി കേട്ടപ്പോ ചത്താ മതി എനിക്ക്. അങ്ങനെ ഇപ്പൊ ആരും ചാവണ്ട. അപ്പു നീ എങ്ങോട്ടാ? അപ്പു! ആ പിശാചിന്റെ കയ്യിന്ന് ഒരു വിധം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. മോനെ പാക്കരോ, നിനക്ക് വേണ്ടിയുള്ള ഹംസം പരിപാടി ഇന്നത്തോടെ ഞാൻ നിർത്തുവാ. ഇനി ഇവളല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി മെസ്സഞ്ചർ പണിയെടുത്താലും അവള് വീടില്ല മോനെ. അത് ശരിയാ ബ്രോ, നീ അവളെ വിട്ടുകളാ. അവര് വേറെ സെറ്റപ്പാ. വിഷമിക്കാതെ ബ്രോ, എല്ലാം ശരിയാവുന്നേ. എവിടെ ശരിയാവാൻ? അവളെ ആ പെൺകൊച്ചിനെ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെയാ പിടിച്ചിരിക്കുന്നത്. ഇനി നിന്റെ മാളവിക വിചാരിച്ചാ പോലും അവളുടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാ അതിന്റെ സെറ്റപ്പ്. ഇതൊക്കെ ഇവനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ? പറഞ്ഞാ മനസ്സിലാവണ്ടേ? ആർക്കടാ? ഞാനും അവള് ലെസ്ബിയൻസ് ആണോ എന്ന് സംശയം? പറയടാ. എടോ, അത് പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ. നിന്റെയൊക്കെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നടക്കാതെ വന്നപ്പോ വെറുതെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. നീ വെറുതെ ഷോ കാണിക്കില്ലേ അപൂർവേ? കണ്ണടച്ച് പാലുടിച്ച അതാരും അറിയില്ലെന്ന് വിചാരിക്കരുത്. ആയിക്കോ മോളെ, നീ കൊണ്ടു നടന്നോ അവളെ? കൊണ്ടു നടക്കുകയോ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കോ. ഇപ്പൊ നാട്ടിലതൊന്നും വലിയ സംഭവം അല്ലല്ലോ, അല്ലേ അളിയാ? വാട്ട് യു തിങ്ക് ഓഫ് യുവർ സെൽഫ്? നീ ഇവിടുത്തെ ചാൻസി റാണിയാണോ അതോ ഫൂലൻ ദേവിയോ? ഇതിനു മുമ്പും തന്നെ കുറിച്ച് പല കംപ്ലൈന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത് തന്റെ ഫാദറിനെ ഓർത്തിട്ടാ. പക്ഷേ ഇനി ഇതിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഈ കോളേജിനൊരു അന്തസ്സും പാരമ്പര്യമുണ്ട്. ഞാൻ ഈ ചെയറിലിരിക്കുന്നിടത്തോളം കാലം അതിന്റെ ഗുഡ്വില്ലിന് കളങ്കം ചാർത്താൻ ആരെ അനുവദിക്കില്ല. അതിന് ഏത് കൊമ്പത്തെ കുഞ്ഞാണെങ്കിലും ശരി. മാഡം, ഞാൻ ആ കുട്ടികളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കേസിനൊന്നും അവർക്ക് താല്പര്യമില്ല. പിന്നെ മുറിവ് അത്ര സീരിയസ് ഒന്നുമല്ല. താങ്ക് ഗോഡ്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഡോണ്ട് യു ഫീൽ അഷേം? പെൺകുട്ടിയാണെന്നൊരു വിചാരമുണ്ടോ നിനക്ക്? പിന്നെ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാവും തന്നെ ഇനി തിരിച്ചിങ്ങോട്ട് കെട്ടിയെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സത്യം പറയാലോ, PTA മീറ്റിംഗിൽ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ. എന്നാലേ നീയൊക്കെ പഠിക്കൂ. താനെന്താ കണ്ണുരുട്ടി പേടിപ്പിക്ക? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? വെറുതെ ഒരു ഭംഗിവാക്കി ചോദിച്ചെന്നേ ഉള്ളൂ. ഉണ്ടായാലും വലിയ ഗുണമൊന്നുമില്ല. വല്ല കൂസലുണ്ടോ നോക്കി. ഗെറ്റ് ലോസ്റ്റ്. മാഡം,
മറ്റേ കുട്ടി പാവോ മാഡം. ഇവളാ അതിനെ കൂടി വഷളാക്കുന്നത്. ഐ നോ. ഈ നോട്ടീസ് ക്ലാസ്സിൽ അനൗൺസ് ചെയ്യണം ഇപ്പൊ തന്നെ. ശരി മാഡം. സർ. ആ വന്നല്ലോ നായിക. പ്രിൻസിപ്പാളുമായിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞോ? എന്താണാവോ സമ്മാനം? സസ്പെൻഷനോ അതോ ഡിസ്മിസലോ? പോയി ഇരിക്കെ. സർ. ആ നിക്ക് ഓല വന്നല്ലോ, നോക്കട്ടെ. This is to inform you that Apurva Vijay, the student of final year literature, is suspended from the campus for the period of 1 month.